students, welcome back to Bosco Campus Vision. In the last session, we discussed about the meaning, importance and the requirements of electronic payment system. So in this session, we will look into the benefits and limitations of electronic payment. So as we know, the transfer of funds from one party to another over electronic media is known as electronic payment system. With the growing convenience of the internet, electronic payment services have become an increasingly popular way to pay. സോ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഇലക്ട്രോണിക് മീഡിയ വഴി ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെക്കാനിസത്തിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇൻ്റർനെറ്റിൻ്റെ ഫേവറബിലിറ്റിയും ഇ കൊമേഴ്സിൻ്റെ ഗ്രോത്തുമൊക്കെ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സർവീസസിൻ്റെ പോപ്പുലാരിറ്റിയിലും ഗ്രോത്തിലും വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ട്. And the following are the main important advantages of an e-payment system. First one is speed and convenience. Payments can be made and received very fast sitting in comfort of the office or home. Moreover, payments and receipts can be made at any time of the day. സോ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് മോഡ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റും കൺവീനിയൻറ്റുമായിട്ടുള്ള ഒരു പേയ്മെൻറ്റ് മെത്തേഡാണ്. നമുക്ക് എവിടെ നിന്നും എപ്പം വേണമെങ്കിലും പേ ചെയ്യാം. ഏത് സമയം വേണമെങ്കിലും നമുക്ക് പേയ്മെൻറ്റോ റിസിപ്റ്റോ നടത്താം. ഓൺലൈൻ പേയ്മെൻറ്റിന് അങ്ങനെ ടൈം ബൗണ്ട്നെസ്സോ ലിമിറ്റേഷൻസോ ഒന്നുമില്ല. നെക്സ്റ്റ് ഇസ് സേഫ്റ്റി. ഇ പേയ്മെൻറ്റ് സിസ്റ്റംസ് ഓഫർ സേഫ്റ്റി ടു ദ കസ്റ്റമേഴ്സ്. വെൻ പേയ്മെൻറ്റ് ഇസ് മെയ്ഡ് ഓർ റിസീവ്ഡ് ഇൻ ക്യാഷ് ഓർ ചെക്ക്, ദർ ഇസ് എ പോസിബിലിറ്റി ഫോർ ഇറ്റ് ബീങ് ലോസ്റ്റ്. സോ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സേഫ് മോഡ് ഓഫ് പേയ്മെൻ്റ് ആണ്. മാത്രമല്ല ഇലക്ട്രോണിക് മോഡിൽ പേ ചെയ്യുമ്പോൾ നമുക്കവിടെ ഒരു പ്രൂഫ് അല്ലെങ്കിൽ എവിഡൻസ് ആവുകയാണ് ഇന്ന ആൾ ഇന്നാൾക്കൊരു പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, which will be very useful for the future references and the verifications. Third one is accept online payments. Electronic payment services allow businesses to send invoices electronically and accept payments online. This is extremely helpful for businesses because they can process invoices quickly and it increases cash flow. സോ ഓൺലൈൻ മെക്കാനിസം വഴിയാണെങ്കിൽ ഒരു ബിസിനസ്സിന് വേഗം തന്നെ ഇൻവോയ്സസ് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ കസ്റ്റമേഴ്സിന് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുവഴി പേയ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഡിലേ ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇസ് കട്ട് കോസ്റ്റ്. പ്രിപ്പയറിംഗ് പേപ്പർ ചെക്സ് ആൻഡ് മെയിലിംഗ് ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് മണി. എലിമിനേറ്റിംഗ് പേപ്പർ ബില്ലിംഗ് ഓൾ ടുഗെദർ റെഡ്യൂസസ് പേപ്പർ ആൻഡ് മെയിലിംഗ് കോസ്റ്റ്. വിത്ത് ഇലക്ട്രോണിക് മെർച്ചൻറ്റ് പ്രോസസ്സിംഗ് സർവീസസ്, employees can spend more time on customer service and building revenue and less time dealing with paperwork. സോ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റംസ് വഴി ധാരാളം പേപ്പർ വർക്ക്സ് കുറയ്ക്കാനും ടൈമും കോസ്റ്റും ഒക്കെ ലാഭിക്കാനും സാധിക്കും. സോ പേപ്പർ ചെക്സ് പ്രിപ്പയർ ചെയ്യുക, പേപ്പർ ബില്ലിങ് നടത്തുക, അത് കസ്റ്റമേഴ്സിന് മെയിൽ ചെയ്യുക. സോ ഇതിനു വേണ്ടി ചിലവാകുന്ന എക്സ്ട്രാ ടൈമും കോസ്റ്റും ഒക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് implementation of e-payment system. Next is reduce late payments. Electronic payment services include reminders and notification for customers to pay their bill. Weekly or monthly reminders can be set to your customers and clients, reminding them when a bill is due, reducing the amount of late payments. സോ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സർവീസസ് വഴി റിമൈൻഡേഴ്സും നോട്ടിഫിക്കേഷൻസും എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, നമ്മളിപ്പോൾ ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ ഇപ്പോൾ ടെലിവിഷൻ ബില്ലും കേബിൾ ബിൽസും ഫോണിൻ്റെ റീചാർജ് ബിൽസും ഒക്കെ നമ്മൾ ഓൺലൈൻ വഴിയാണ് അടയ്ക്കുന്നതെങ്കിൽ അതൊക്കെ മന്ത്ലി പേയ്മെൻറ്റ്സ് ആണ്. അപ്പോൾ മന്ത്ലി ബെനിഫിറ്റ് തീരാറാകുമ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും എക്സ്പയർ ആയെന്നും പറഞ്ഞ്. സോ ഇറ്റ് ഈസ് എ റിമൈൻഡർ ഓർ നോട്ടിഫിക്കേഷൻ ടു ദ കസ്റ്റമേഴ്സ് ഓർ ക്ലയൻസ് which will help to reduce the late payments. And the last benefit is environment friendly. Many people are becoming more concerned with environmental issues and electronic payment services allow your business to provide a greener business solution. By sending and receiving bills online, customers and businesses alike are reducing the amount of paper usage and doing their best part to save the environment. So environment is an important factor and we should be concerned about it. So with the usage of e-payment system, we make our business and customers more environment friendly, as a lot of paper wastage can be reduced through this system. So these 6 are the main benefits or advantages of an e-payment system. Next we have the limitations of e-payment system. Even though many people make use of electronic payment facilities, it is not free from limitations. The main limitations of e-payment systems are
First one, lack of security. One of the most severe disadvantages of e-payment system is that the privacy and identity theft. The available security measures can prevent the sensitive information from being exposed, but it is important to use virus protection or firewalls for your computer because it is important to carry out money transactions over a secure server. സോ ഫസ്റ്റ് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സെക്യൂരിറ്റി തന്നെയാണ്. നമ്മൾ പറയാറുണ്ട് ഫിസിക്കലി ക്യാഷ് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ തെഫ്റ്റിനും റോബിങ്ങിനും സ്റ്റീലിങ്ങിനും ഒക്കെ വളരെ സാധ്യത കൂടുതലാണെന്ന് പറയാറുണ്ട്. സോ അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഓൺലൈൻ ട്രാൻസ്ഫേഴ്സിലും ഉണ്ട്. ഐഡൻറ്റിറ്റി തെഫ്റ്റും ലൂട്ടിങ്ങും വഴിയൊക്കെ നമ്മുടെ പൈസ മറ്റൊരാൾക്ക് ശേഖരിക്കാനായിട്ട് സാധിക്കും. പിന്നെ സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ ഉള്ള ഒരു സെക്യൂർ സെർവർ വഴിയാണ് ട്രാൻസാക്ഷൻസ് നടത്തുന്നതെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു യൂസ് ദ വൈറസ് പ്രൊട്ടക്ഷൻ ഓർ ഫയർവാൾസ് ഫോർ യുവർ കമ്പ്യൂട്ടർ. സോ ഇത്തരത്തിൽ സെക്യൂർ ആയിട്ടുള്ള ഒരു സെർവർ വഴി എല്ലാ ട്രാൻസാക്ഷൻസ് നടത്തുന്നതെങ്കിൽ ലാക്ക് ഓഫ് സെക്യൂരിറ്റി ഈസ് എ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓർ ലിമിറ്റേഷൻ ടു ദ ഇ-പേയ്മെൻറ്റ് സിസ്റ്റം. Next is lack of applicability. Not all websites support a particular payment method, thus limiting customers' ability to pay. Credit cards works only with merchants who have signed up to the servers of corresponding credit card company and do not support direct B2B interpersonal payments. സോ എല്ലാ പേയ്മെൻറ്റ് മെത്തേഡ്സും എല്ലാ വെബ്സൈറ്റ്സും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ചില ഓൺലൈൻ വെബ്സൈറ്റ്സൊക്കെ ചില കമ്പനീസിൻ്റെ കാർഡ്സ് ഒന്നും സ്വീകരിക്കാറില്ല. ഫോർ എക്സാമ്പിൾ മാസ്റ്റർ കാർഡ്, വിസ കാർഡ്, റുപേ കാർഡ്, അങ്ങനെ ഒത്തിരി ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഇഷ്യൂവേഴ്സ് ഉണ്ട്. ചില വെബ്സൈറ്റ്സ് ചില കമ്പനികളുടെ കാർഡ്സ് സ്വീകരിക്കാറില്ല. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് സപ്പോർട്ട് ഡയറക്റ്റ് ബിസിനസ് ടു ബിസിനസ് ഇൻ്റർപേഴ്സണൽ പേയ്മെൻറ്റ്സ്. സോ നമ്മൾ ഓൺലൈനായിട്ട് കാർഡ്സ് വഴിയൊക്കെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് അത് ബിസിനസ് ഫേംസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടില്ല. അത് കസ്റ്റമർ ബാങ്കും മെർച്ചൻസിൻ്റെ ബാങ്കും തമ്മിലുള്ള കുറേ ട്രാൻസാക്ഷൻസ് ഡീറ്റെയിൽസ് കഴിഞ്ഞതിന് ശേഷം ഒരു ഗേറ്റ് വേ പ്രൊസീജിയർ വഴി മാത്രമാണ് ബിസിനസ്സിന് ഫണ്ട് ട്രാൻസ്ഫർ ആകപ്പെടുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഇസ് ദ ഹൈ യൂസേജ് കോസ്റ്റ് ഓഫ് മെർച്ചൻസ്. എക്സിസ്റ്റിംഗ് പേയ്മെൻറ്റ് സിസ്റ്റം യൂസ് റാദർ എക്സ്പെൻസീവ് ഇൻഫ്രാസ്ട്രക്ചർ ടു ഫെസിലിറ്റേറ്റ് ദ പേയ്മെൻറ്റ് പ്രോസസ്സ്. സോ ഒരു നല്ല പേയ്മെൻറ്റ് സിസ്റ്റം സെറ്റപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വളരെയധികം എക്സ്പെൻസീവ് ആണ്. So it may not be affordable to very small organization or very small merchants. And the last limitation is lack of efficiency. Some payments over the internet can be too small to be handled by existing payment systems because of overheads included in the processing of payments and transactions. Credit cards are too expensive for effecting small payments and are unsuited for small transactions. സോ ഒരു കസ്റ്റമർ ക്രെഡിറ്റ് കാർഡ് വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഈ സെല്ലർ അല്ലെങ്കിൽ മെർച്ചൻറ്റിന് ഒരു മെർച്ചൻറ്റ് ബാങ്ക് ഉണ്ടാകും. സോ ഈ ബാങ്ക്സ് ഒരു കമ്മീഷൻ എടുത്തതിന് ശേഷം മാത്രം ആണ് ബാക്കി എമൗണ്ട് ആണ് മെർച്ചൻസിന് നൽകുന്നത്. മോസ്റ്റ് കേസസിൽ ഒരു 2% കമ്മീഷൻസ് ആണ് ബാങ്ക് എടുക്കാറ്. സോ അത്തരത്തിലൊരു സ്മോൾ പേയ്മെൻറ്റ്സിനൊക്കെ കസ്റ്റമേഴ്സ് ഈ ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ മെർച്ചൻസിന് അത് വളരെയധികം നഷ്ടമായിരിക്കും. So in that way, credit cards are considered to be too expensive for making small payments, and the merchants consider it as an inefficient method for small transactions. So lack of security, lack of applicability, high usage cost, and the lack of efficiency are the main limitations or disadvantages of e-payment systems. So in this session, we discussed about the benefits and limitations of electronic payment system. Hope all are clear with the topic. Thank you.